ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സേമിയ പായസമാണ്. സദ്യ സ്പെഷ്യലായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ്. എങ്ങനെ നോക്കാം. അതിനായിട്ട് ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായി മെൽറ്റായി വന്നപ്പോൾ കുറച്ച് കാഷ്നട്ടൊന്ന് വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക, ഉണക്കമുന്തിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, കിസ്മിസ് ഒന്നും ചേർക്കുന്നില്ല. നട്ട്സ് മാത്രമാണ് ചേർക്കുന്നത്. ഏത് നട്ട്സും ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ഒഴിച്ച് ബാക്കി ഏത് നട്ട്സും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് സേമിയാണ്. ഇപ്പം നമ്മൾ ഈ കയ്യിൽ വറുത്ത സേമിയാണുള്ളെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഈ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. ഈ സേമിയയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ കരിഞ്ഞു പുകഞ്ഞൊന്നും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് തിളക്കുവോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ നിങ്ങൾ ഓണത്തിന് പായസമൊക്കെ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു രീതിയിൽ പായസം കൂടി റെഡിയാക്കി നോക്കൊണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്താ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയിലൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ സേമിയ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുക്കായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ സേമിയയിലേക്ക് നന്നായിട്ട് മധുരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പഞ്ചസാര മെൽറ്റായിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ പഞ്ചസാര ഒന്ന് മെൽറ്റാകുന്നത് വരെ വയ്ക്കാൻ. മെൽറ്റ് ആയതിനു ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. മെൽറ്റ് ആയതിനു ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര ഒരു പുകച്ചൂര ഉണ്ടാകും, പുകഞ്ഞു വരും, ഒന്ന് കരിഞ്ഞു പോകുകയും ചെയ്യും. അപ്പം നമ്മൾ കാരമൽ സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആവില്ല. നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ കാരമൽ ഇതായിട്ട് പായസം ഉണ്ടാക്കുന്ന സമയത്ത് പാലൊഴിക്കുമ്പോൾ പിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അത് കരിഞ്ഞു പോകുകയും പുകഞ്ഞു പോവുകയും ചെയ്യരുത്. കളർ ഒരുപാട് ഡാർക്ക് ആകാനും നിൽക്കരുത്. അപ്പോഴും നമുക്ക് കാരമൽ പായസം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനൊരു കയ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ കാരമൽ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം ചേർത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ. തിളച്ച വെള്ളം ചേർത്തുകൊണ്ട് കാരമലൊന്നും ഒരുപാട് കട്ടയായിട്ടില്ല, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റാകണം. മെൽറ്റായതിനു ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നത്. കാരമൽ ചെയ്ത് പായസം ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് നമ്മൾ വേവിക്കാത്ത സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സേമിയ വേകാൻ ഒരുപാട് സമയം എടുക്കും. കുറേ ടൈം നമുക്ക് സേമിയ വേകാനായിട്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ സേമിയ ഒന്ന് വേവിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി നിങ്ങൾ സേമിയ പായസം ഇതുപോലെ കാരമൽ ചെയ്ത് റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല, നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് സെറ്റായി വന്ന സമയത്ത് സേമിയ കാരമലിലേക്ക് ചേർത്ത് ഒന്ന് തിളച്ച് സെറ്റായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തിളപ്പിക്കാത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചേർത്ത് കൊടുത്ത സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പാല് ചേർക്കുന്ന സമയം ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. പാലൊന്ന് ചൂടായി തുടങ്ങിയാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയെ കാരമൽ ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. കറക്റ്റ് ഭാഗമാണ്. നിങ്ങൾക്ക് പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂട്ടി ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ ഒരു 10 രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടിയൊക്കെ ഒന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുവരെ നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക.
എന്നിട്ട് ഒരു 5 മിനിറ്റോളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കുറുകിയിട്ട് കിട്ടും. പിന്നെ ഇത് തണുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നും കൂടി ഇതൊന്ന് കുറുകി കിട്ടും. കണ്ടോ, നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി വെക്കാം. ഞാനിതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണിത് സെർവ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് സെർവ് ചെയ്താൽ മതി. അതുവരെ ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കണ്ടോ, അപ്പോൾ പായസം ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ക്രഷ് ചെയ്തിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് നമ്മൾ വറുത്തെടുത്തത് ലാസ്റ്റാണ്, ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ പായസം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സേമിയ പായസമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. വിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.